ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് നമുക്ക് പണം നമ്മളിലേക്ക് നിരന്തരമായിട്ട് വന്നു ചേരാനുള്ള വളരെ പവർഫുള്ളായിട്ടൊരു പ്രാക്ടീസ് നോക്കാം. പണം എന്ന് പറയുന്നത് നമ്മൾ കുറേയേറെ പ്രാക്ടീസുകൾ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾക്ക് അത്യാവശ്യത്തിന് പണം എത്തിച്ചേരാനും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തുക നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കാനും ഒക്കെയുള്ള പ്രാക്ടീസുകളാണ് കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. പണം എന്ന് പറയുമ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം വന്നാൽ പോലും ജീവിതകാലം മുഴുവനും നിരന്തരമായിട്ട് നമ്മളിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കണം. നമുക്ക് അഭിമാനത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ തക്കോണം പണം നമ്മളിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കണം. അപ്പം ആ രീതിയിൽ പണത്തെ നമ്മളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ പവർഫുള്ളായിട്ടുള്ള റിസൾട്ട് നൽകുന്ന ഒരു പ്രാക്ടീസാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എത്ര തവണ ചാൻറ്റ് ചെയ്യണം, എപ്പോഴാണ് ചാൻറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഓഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ മറന്നു പോകും, അതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തേക്കുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ തന്നെ ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ജോബിന് വേണ്ടിയിട്ട്, റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, മണിക്ക് വേണ്ടിയിട്ട്, ഹെൽത്തിന് വേണ്ടിയിട്ട്, ഒട്ടുമിക്ക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് പോയി എൻ്റെ പേരിനൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുക, സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അത് കിട്ടിയില്ല എങ്കിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക, ഞാൻ ആ വീഡിയോസിൻ്റെ ലിങ്ക് അയച്ച് തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കി എടുക്കുക. അപ്പോഴാണ് ആ അറിവിനൊരു മൂല്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ പരിപൂർണമായിട്ടുള്ള അർത്ഥം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പിന്നെ എൻ്റെ ചാനലിൻ്റെ ഇതുവരെയുള്ള വിജയത്തിന് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള പരിപൂർണ വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ പകർന്നു തരുന്ന അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമായിട്ട്, വിജയമായിട്ട് മാറട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും മിറാക്കുലസ് ആയിട്ടുള്ള മാറ്റങ്ങൾ, വിജയങ്ങൾ അല്ലെങ്കിൽ ഈ പ്രാക്ടീസിലൂടെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മനസ്സിലെ സ്വപ്നങ്ങളെല്ലാം ഒരു നാൾ നിങ്ങളുടെ ജീവിതമായിട്ട് മാറും. അതിന് യാതൊരു സംശയവും വേണ്ട. ക്ഷമയോടെ, വിശ്വാസത്തോടെ പ്രാക്ടീസ് ചെയ്ത് ഭൂമിയിൽ എല്ലാ കർമ്മങ്ങളും ചെയ്ത് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക. ആ സ്വപ്നങ്ങളെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും. അതിനനുസരിച്ചുള്ള ആക്ഷൻ കൂടെ നിങ്ങൾ കൃത്യമായ സമയങ്ങൾ കൊടുത്തുകൊള്ളുക. പിന്നെ ഒരു സംശയവും വേണ്ട, അത് നിങ്ങളുടെ ജീവിതമായിട്ട് മാറുക തന്നെ ചെയ്യും. അപ്പോൾ മനസ്സ് സന്തോഷമാക്കി നിലനിർത്തിക്കൊണ്ട് പ്രാക്ടീസുകളും കർമ്മവും കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ പണം നമ്മളിലേക്ക് ആവശ്യത്തിന് മാത്രം വന്നാൽ പോലും ആവശ്യത്തിൽ കൂടുതൽ പണം നമ്മുടെ കൈകളിലേക്ക് വരണം. പെട്ടെന്ന് നമുക്കൊരു ആവശ്യം വന്നാലും ആരോടും കടം ചോദിക്കാതെ നമ്മൾ ടെൻഷൻ അടിക്കാതെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ തക്കോണം പണം ധാരാളമായിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരണം. അത് നമ്മളിപ്പോൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നല്ല വരുമാനം, നമ്മുടെ ജോബിൽ നിന്നും നല്ല വരുമാനം, കിട്ടുന്ന വരുമാനം നല്ല രീതിയിൽ സേവ് ചെയ്യുക, ഉപയോഗിക്കും തോറും വീണ്ടും പണം നമ്മളിലേക്ക് വരിക. ഇങ്ങനെയുള്ള നല്ല ഒരു അന്തരീക്ഷം, പണവുമായി ബന്ധപ്പെട്ട നല്ലൊരു ജീവിതാനുഭവം നിങ്ങൾക്കുണ്ടാകണം. പണം നിരന്തരമായിട്ട് നിങ്ങളിലേക്ക് വരണം. അതിന് നമ്മൾ കൃത്യമായിട്ടും പ്രാക്ടീസുകൾ ചെയ്യുക, പ്ലസ് ആക്ഷൻസും കൂടെ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പണം എത്തിച്ചേരുക തന്നെ ചെയ്യും. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിലവിലെ സാഹചര്യം ചിലപ്പോൾ പണത്തിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിലും നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത മനസ്സുകൊണ്ട് ഞാൻ സമ്പന്നനാണ് അല്ലെങ്കിൽ ഞാൻ സമ്പന്നനാകും എന്നുള്ള അടിയുറച്ച വിശ്വാസം മനസ്സിൽ അങ്ങ് ഉറപ്പിച്ച് വെക്കുക. അത് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ അറിയാതെ സന്തോഷം വരും, ഞാൻ സമ്പന്നനാണ്. അപ്പം നിങ്ങൾ സമ്പന്നത നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും അതൊക്കെ ചിന്തിക്കുക. ഒരു ഷോപ്പിൽ പോയാൽ പോലും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം വരും. സാധനങ്ങൾ എടുക്കുന്നിടത്തും അല്ലെങ്കിൽ
നല്ല നല്ല സാധനങ്ങൾ വാങ്ങാനോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കൽ വേണ്ട പൈസയുടെ ബുദ്ധിമുട്ട് കാരണം വേണ്ടാന്ന് വെച്ച സാധനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി വാങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ വാങ്ങുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് പണം വരുമ്പോൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന സാധനങ്ങളൊക്കെ വീട്ടിൽ വാങ്ങി വരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക്, അതായത് പണം നിങ്ങളിലേക്ക് വന്നു അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ എന്നുള്ളൊരു ഒരു വന്നു കഴിഞ്ഞ ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിപ്പോൾ തന്നെ ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ലൈഫിലേക്ക് വന്നു ചേരും. അപ്പോൾ നിലവിലെ നെഗറ്റീവ് സാഹചര്യമാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, ആഗ്രഹിക്കുന്ന സാഹചര്യത്തെ സ്വപ്നം കാണുക, ഒപ്പം അത് നേടിയെടുക്കാനുള്ള കർമ്മങ്ങളും കൃത്യമായിട്ട് ചെയ്യുക. ഇനി പ്രാക്ടീസുകൾ എന്ത് ചെയ്യുമ്പോഴും അതിൽ ആ പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നൊരു ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ വരിക. ഞാൻ സമ്പന്നനാണ് എന്ന് നിങ്ങൾ പല ആവർത്തി എഴുതുമ്പോഴും മനസ്സിൽ കടബാധ്യത നിൽക്കുകയാണെങ്കിൽ ആ ഫ്രീക്വൻസിയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റില്ല. കുറച്ച് നേരത്തെങ്കിലും നിങ്ങൾ സമ്പന്നനാണ് എന്നൊരു ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ ശ്രമിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിങ്ങനെ ചിന്തിക്കുക, നിങ്ങളുടെ കയ്യിൽ പണം വരുമ്പോൾ നിങ്ങളുടെ അപ്പിയറൻസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങൾ യാത്രകൾ പോകും, അല്ലെങ്കിൽ ഷോപ്പിങ്ങിൽ ചെയ്യുന്നിടത്ത് വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ പുതിയ വാഹനം വാങ്ങുമായിരിക്കും, ചിലപ്പോൾ പുതിയ വീട് വാങ്ങുമായിരിക്കും. ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ പൈസ വന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊക്കെയോ സ്വപ്നങ്ങൾ നിങ്ങൾ നേടിയെടുക്കും. അത് നേടിയെടുത്തതായിട്ട് കൂടെ ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ആ ഒരു പണമുള്ള ഒരാളുടെ ഫ്രീക്വൻസിയിലേക്ക് എത്തണമെങ്കിൽ പണം നേടിക്കഴിഞ്ഞ നമ്മളായിട്ട് നമ്മൾ മാറണം. അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞ് നമ്മളായിട്ട് നമുക്ക് മാറാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ആ ഫ്രീക്വൻസിയിൽ നമുക്ക് എത്താൻ സാധിക്കും. അത് നമ്മൾ സന്തോഷിക്കുക അത് ഓർത്തിട്ട്. അപ്പോൾ ആ ഒരു ഫ്രീക്വൻസിയിൽ എനിക്ക് പണമുണ്ട് എന്നൊരു ഫ്രീക്വൻസിയിൽ ഇരുന്നുകൊണ്ട് ആ സന്തോഷത്തിൽ ആ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ അഫർമേഷൻ ആയിക്കോട്ടെ, ഗ്രാറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, സ്ക്രിപ്റ്റിംഗ് ആയിക്കോട്ടെ നമ്മൾ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 3 അഫർമേഷൻസ് വളരെ സിമ്പിളായിട്ടുള്ള, നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയായിരിക്കാം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതുമായിരിക്കാം, വളരെ സിമ്പിളായിട്ടുള്ള 3 അഫർമേഷൻസ് പറയാം. അതിലാദ്യത്തത് I am a money magnet. ഓക്കെ, I am a money magnet. ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ്, അല്ലെങ്കിൽ ശക്തമായ കാന്തമാണ്. രണ്ടാമത്തെ അഫർമേഷൻ I attract money every day. ഞാൻ എല്ലാ ദിവസവും പണത്തെ ആകർഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ I attract money every day. ഞാൻ എല്ലാ ദിവസവും പണത്തെ എന്നിലേക്ക് ആകർഷിക്കുന്നു. My bank account is overflowing with money. എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പണത്താൽ നിറഞ്ഞു കവിയുന്നു എന്നൊരർത്ഥത്തിൽ. അപ്പോൾ ഈ ഒരു 3 അഫർമേഷനും അതിൻ്റെ അർത്ഥത്തിൽ തന്നെ, അത് ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്, ഞാൻ എല്ലാ ദിവസവും പണത്തെ എന്നിലേക്ക് ആകർഷിക്കുന്നു, എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പണത്താൽ നിറഞ്ഞു കവിയുന്നു. ഇതിനകത്തുണ്ട് നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പന്നത. അപ്പോൾ അതുകൊണ്ട് ഇത് അത്രയും അർത്ഥം മനസ്സിലാക്കി അത് കിട്ടിക്കഴിയുമ്പോൾ ഒരു സന്തോഷം മനസ്സിൽ ജനിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ അത് എഴുതാൻ ഓരോന്നും 11 തവണ വെച്ച് എഴുതാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ ഓരോ അഫർമേഷനും 11 തവണ വെച്ചിട്ട് പകൽ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത്, പ്രത്യേകിച്ച് സമയമൊന്നും നോക്കണ്ട, എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്നത് ആ സമയത്ത് 11 തവണ വെച്ചിട്ട് എഴുതുക. എഴുതിയതിന് ശേഷം അതിനൊപ്പം തന്നെ മറ്റൊരു സ്വിച്ച് വേർഡ് കൂടെ ഞാൻ പറഞ്ഞു തരാം. ആ സ്വിച്ച് വേർഡ് സ്വിച്ച് വേർഡിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 28, 53, 108. ഇതാണ് സ്വിച്ച് വേർഡ് എഴുതേണ്ട എണ്ണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഈ നമ്പർ ഫോളോ ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം വയ്ക്കാം. 23, 58, 53, 108 ഇതിലേതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് അത്രയും ടൈംസ് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. നമ്മുടെ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് കൗണ്ട് now, divine, now, somehow, 100%. Okay, count now, divine, now, somehow, 100%. ഇതാണ് സ്വിച്ച് വേർഡ്. വളരെ പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡാണ് ഇത്. നിങ്ങൾ എഴുതുക, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ 28 ടൈംസ്, അല്ലെങ്കിൽ 53 ടൈംസ്, അല്ലെങ്കിൽ 108 ടൈംസ് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക കേട്ടോ.
ഞാനീ പറഞ്ഞ 3 അഫർമേഷനും ഈ സ്വിച്ച് വേർഡും നിങ്ങളൊരു 21 ഡേയ്സ് വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ടൈമൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആയിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയം, അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഈ പ്രാക്ടീസ് ചെയ്യുക. അത്രയും മതി. പിന്നെ നിങ്ങളിത് എഴുതാൻ ഉപയോഗിക്കുന്ന പേന ഗ്രീൻ കളറായിരിക്കണം. ഗ്രീൻ കളർ പേനയിൽ എഴുതുക, അല്ലെങ്കിൽ ബ്ലൂ കളർ. വേറെ ബ്ലാക്ക് ഒന്നും എടുക്കാതിരിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ച് വേർഡ് ഉണ്ടല്ലോ, അത് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുൻപ്, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഒന്ന് ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒരു 5 പ്രാവശ്യം ശ്വാസം ദീർഘമായിട്ട് ഉള്ളിലേക്കെടുത്ത് വായിലൂടെ പുറത്തേക്ക് വിടുക. 5 പ്രാവശ്യം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മനസ്സിൽ സങ്കല്പിക്കുക, എൻ്റെ ശരീരവും മനസ്സും പോസിറ്റീവ് എനർജി ആയിട്ട് നിറയുന്നു. അങ്ങനെ ഒരു പോസിറ്റീവ്, എൻ്റെ ശരീരവും മനസ്സും പോസിറ്റീവ് ആകുന്നു എന്നുള്ള അർത്ഥത്തിൽ പറയുക. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നുള്ള നെഗറ്റീവ് എനർജികളെല്ലാം എൻ്റെ നിശ്വാസ വായിലൂടെ പുറത്തേക്ക് പോകുന്നു എന്ന് 5 തവണ പറഞ്ഞു നിർത്തുക. അതിനുശേഷം നിങ്ങളിങ്ങനെ ചിന്തിക്കുക, നിങ്ങളുടെ ബാങ്ക് ബാലൻസ്, നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് കാണിക്കുമല്ലോ, അതിൻ്റെ മെസ്സേജ് അല്ല, നിങ്ങൾ ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ ബാലൻസ് ഇങ്ങനെ കാണിക്കുക. അതിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എമൗണ്ട് അതിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അത്രയും ബാങ്ക് ബാലൻസ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ സന്തോഷം, ഇങ്ങനെ അത്രയും കൂടുതൽ എമൗണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷം മനസ്സിൽ ഫീൽ ചെയ്യുക. അതിനുശേഷം പണം നിരന്തരമായിട്ട് എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി, പണം നിരന്തരമായിട്ട് എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. ഇതൊരു 11 പ്രാവശ്യം പറയുക. ആ ബാങ്ക് ബാലൻസ് മനസ്സിൽ കണ്ട് ഒന്ന് സന്തോഷിക്കുക. പണം നിരന്തരമായിട്ട് എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി എന്ന് 11 തവണ പറയുക. അതിനുശേഷം 21 തവണ ഞാൻ ഈ പറഞ്ഞ സ്വിച്ച് വേർഡ് കൗണ്ട് നൗ, ഡിവൈൻ നൗ, 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 സംഭവ് 100%, ഈ സ്വിച്ച് വേർഡ് 21 തവണ നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി സന്തോഷത്തോടുകൂടി പറഞ്ഞു നിർത്തുക. എന്നിട്ട് കിടന്നുറങ്ങിക്കോളുക. ഇതൊരു 21 ദിവസം ഇതേ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. പണം കുറേ വന്ന് നിൽക്കുകയല്ല ചെയ്യുന്നത്. പണം നിരന്തരമായിട്ട് വരാനുള്ള മാർഗങ്ങൾ തുറക്കും. ഇപ്പം നിങ്ങൾ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ ആ ബിസിനസ് സക്സസ് ആകാൻ തുടങ്ങും. നിങ്ങൾ ജോബിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ജോബിലൂടെ നിങ്ങൾക്ക് നല്ല വരുമാനം ലഭിക്കും. ഇനി ഓൾറെഡി വരുമാനം ഉള്ളവരാണെങ്കിൽ ആ വരുമാനം നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഉയരാനുള്ള സാഹചര്യം വരും. എന്ത് തന്നെയാണെങ്കിലും നിരന്തരമായിട്ട് പണം ഒഴിവില്ലാതെ നിങ്ങളിലേക്ക് വരാനുള്ള മാർഗങ്ങൾ തുറക്കാനായിട്ട് ഈ പ്രാക്ടീസ് നിങ്ങളെ ഉറപ്പായിട്ട് സഹായിക്കും. പിന്നെ ഏറ്റവും അടിസ്ഥാനം, നിങ്ങളുടെ മനസ്സിലൊരു 100%, 100ൽ കൂടുതൽ വിശ്വാസം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇത് നടക്കും. ഈ പ്രാക്ടീസിലൂടെ എൻ്റെ ലൈഫിൽ പണം നിരന്തരമായിട്ട് വരും എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക. ആ വിശ്വാസമാണ് നിങ്ങളെ റിസൾട്ടിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഈ പ്രാക്ടീസ് നിങ്ങൾ ചെയ്ത് നോക്കൂ. 21 ഡേയ്സ് കഴിഞ്ഞാൽ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അത്രയ്ക്ക് അമേസിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മിറാക്കുലസ് ആയിട്ടുള്ള റിസൾട്ട് ഇതിൻ്റെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. അത് ഉറപ്പാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക. രാവിലെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഓരോന്നും 11 തവണ വെച്ചിട്ട് 3 അഫർമേഷൻസ് എഴുതുക. അതിനുശേഷം രാത്രി കിടക്കുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഒന്ന് കണ്ണിൽ കാണുക, സന്തോഷിക്കുക. പണം നിരന്തരമായിട്ട് എന്നിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി 11 തവണ പറയുക. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സ്വിച്ച് വേർഡ് നിങ്ങൾ 21 ടൈംസ് പറയുക. സന്തോഷത്തോടുകൂടി, പണം വരും എന്നുള്ള വിശ്വാസത്തോടുകൂടി, സമാധാനത്തോടെ സന്തോഷത്തോടെ കിടന്നുറങ്ങുക. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് കണ്ടില്ലേ ആ ഒരു ബാങ്ക് ബാലൻസ്, അതും കാണുക. വീണ്ടും അതുപോലെ പണം നിരന്തരമായിട്ട് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി 11 പ്രാവശ്യം പറയുക. 21 ടൈംസ് ആ സ്വിച്ച് വേർഡും പറയുക. അപ്പം ഇത് എല്ലാ ദിവസവും 21 ഡേയ്സ് രാത്രി കിടക്കുന്നതിന് മുമ്പ് രാവിലെ പറയാൻ മറന്നു പോകരുത്. അതൊരു പ്രാക്ടീസാണ്. ശരിക്കും ഒരു മിറാക്കുലസ് ആയിട്ടുള്ള പ്രാക്ടീസ്. അത് നമ്മൾ ഉറങ്ങുന്നതിന് മുൻപും ഉറങ്ങി എഴുന്നേറ്റുടനെയും ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ 2 സമയത്തും ഈ നല്ല കാര്യം, നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഈ സ്വപ്നത്തെ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട് പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാനായിട്ടൊരു സക്സസ് സ്റ്റോറി
ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. പണം നിരന്തരമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങളെക്കാളും സമ്പന്നതയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. ആരുടെ മുമ്പിലാണോ നിങ്ങൾക്ക് തല കുനിക്കേണ്ടി വന്നത് അവരുടെയൊക്കെ മുൻപിൽ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. അവർ അഹങ്കരിക്കാനല്ല, അഭിമാനം. പലപ്പോഴും പണത്തിൻ്റെ പേരിൽ പലരുടെയും മുമ്പിൽ തല കുനിക്കേണ്ടി വന്ന പലരുടെയും എന്താണ് പേഴ്സണൽ സെറ്റിങ്ങിലൊക്കെ വരുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് പണം ഇത്രത്തോളം വില്ലനായിട്ട് ചിലരുടെ ജീവിതത്തിലേക്ക് എന്ന് വെച്ചാൽ അപമാനപ്പെടുക ആ ഒരു അവസ്ഥ. അപ്പം അതൊക്കെ മാറിയിട്ട് അവരുടെ മുൻപിൽ അഭിമാനത്തോടെ ജീവിക്കാൻ ഈശ്വരൻ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും. തീർച്ചയായിട്ടും ചെറിയ എമൗണ്ട് അല്ല, വലിയ വലിയ തുകകൾ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ റിസൾട്ടായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് ടൈം ആൻഡ് എഫേർട്ട് കൊടുത്ത് നിങ്ങൾ ധാരാളം പണം സമ്പാദിക്കും. സത്യത്തിൻ്റെ പണം, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ പണം നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ഈ ഭൂമിയിൽ അതിസമ്പന്നനായിട്ട് നിങ്ങൾക്ക് ജീവിക്കാനും സാധിക്കും. പ്രാക്ടീസുകളൊക്കെ ചെയ്യുക. സമ്പന്നതയുടെ മനസ്സിൽ പ്രാക്ടീസ് തുടങ്ങുക. ആ സമ്പന്നത നിങ്ങളുടെ ജീവിതമായിട്ട് മാറുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പ്രാക്ടീസ് മറക്കാതെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ ക്ലാസ്സുകൾ, ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സുകളെ കുറിച്ച് പറയാം. ഈ വരുന്ന ഒക്ടോബർ 14-ാം തീയതി എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ 10 days ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ വിഷയം, അതിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പും മണി ആൻഡ് റിലേഷൻഷിപ്പാണ് അതിൻ്റെ ടോപ്പിക്ക്. നമ്മുടെ കുടുംബജീവിതം വളരെ, ഇപ്പോൾ ദാമ്പത്യ ജീവിതം ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അത് വളരെ പവർഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. അതുപോലെ തേർഡ് പാർട്ടി റിമൂവലിനുള്ള പ്രാക്ടീസുകളും പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അത് ഉൾപ്പെടെ വരുന്ന പ്രാക്ടീസ്, പണം നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള മെഡിറ്റേഷനും മറ്റുള്ള പ്രാക്ടീസുകളും അതിനകത്ത് വരുന്നു. എല്ലാം ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാക്ടീസുകൾ മാത്രമാണ്. ആ ഒരു മൈൻഡ് പവറിലൂടെ ആ പണത്തെ നമ്മളിലേക്ക് എങ്ങനെ ആകർഷിക്കുക, അല്ലെങ്കിൽ നല്ല സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ജീവിതം നമ്മളിലേക്ക് എങ്ങനെ ആകർഷിക്കാം, അതൊക്കെ ഈ ക്ലാസ്സിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വിളിച്ചിട്ട് ക്ലാസ്സും ഫീസും മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ്സിൽ ചേരാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.